പണ്ട് ചൈനയിൽ ഭീമാകാരരായ ആൾക്കുരങ്ങുകൾ ജീവിച്ചിരുന്നു. 10 അടി പൊക്കവും ഇന്നത്തെ ഗൊറില്ലകളുടെ ഇരട്ടി ഭാരവുമുള്ള ആൾക്കുരങ്ങുകൾ. എന്നാൽ കാലഗതിയിൽ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു. ഇതെങ്ങനെ പറ്റിയെന്ന് ജന്തുശാസ്ത്ര ഗവേഷകർക്കിടയിൽ വലിയൊരു ചോദ്യമാണ്. ജൈജാന്തോപിത്തക്കസ് ബ്ലാക്കി എന്നാണ് ഈ ആൾക്കുരങ്ങുകളുടെ പേര്. ഒരു ജർമ്മൻ ഡച്ച് ഗവേഷകനാണ് ഇവയെ കണ്ടെത്തിയത്. ചൈനയിൽ തദ്ദേശ മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ ഇവയുടെ പല്ലുകൾ ഡ്രാഗൺ എല്ലുകൾ എന്ന പേരിൽ വിൽക്കുന്നത് കണ്ട ശാസ്ത്രജ്ഞർ നടത്തിയ അന്വേഷണമാണ് കാണാമറയത്തീർന്ന ഈ സവിശേഷ ആൾക്കുരങ്ങുകളുടെ വിവരങ്ങൾ മനുഷ്യർക്ക് നൽകിയത്. പിൽക്കാലത്ത് ഇവയുടെ പല്ലുകളും താടിയെല്ലുകളും തെക്കൻ ചൈനയിലെ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയിരുന്നു. വലിപ്പമുള്ളവയായിരുന്നു ഇവയുടെ പല്ല്. ഇന്നത്തെ വിയറ്റ്നാമുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ചൈനയിലെ ഗാങ്സി മേഖലയിലാണ് ഇവ ജീവിച്ചിരുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇവിടെ 22 ഗുഹകളിൽ പരിശോധന നടത്തിയ ശാസ്ത്ര സംഘം ഇവയിൽ പകുതിയിലും ഇവയുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 2000-ലധികം പല്ലുകൾ ഇവയുടേതായി കണ്ടെത്തിയിരുന്നു. ചൈനയിൽ 16 ഇടങ്ങളിലായി ഇവയുടെ പല്ലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 2.95 ലക്ഷം മുതൽ 2.15 ലക്ഷം വരെ വർഷങ്ങൾക്ക് മുൻപ് ഈ ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അതിനുശേഷം ഇവയ്ക്ക് വംശനാശം സംഭവിക്കുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവയ്ക്ക് നാശമേകിയതെന്നാണ് പുതിയ പഠനം. ഈ പഠനം നേച്ചർ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. നിബിഡ വനങ്ങൾ നിലനിന്നിരുന്ന കാലത്ത് പഴങ്ങൾ കഴിച്ചായിരുന്നു ഈ ആൾക്കുരങ്ങുകൾ ജീവിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം പഴങ്ങൾ ലഭ്യമല്ലാതായതോടെ ഇവയ്ക്ക് നാശം സംഭവിക്കുകയായിരുന്നുവെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഭൂമിയിലുണ്ടെന്ന് ധാരാളം പേർ വിശ്വസിക്കുന്ന ജീവികളെ ക്രിപ്റ്റിഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തമായ ജീവികളാണ് ബിഗ് ഫൂട്ട്, യതി തുടങ്ങിയവ. ബിഗ് ഫൂട്ട് സാസ്ക്വാച്ച് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. യതികളെ പോലെ തന്നെ ബിഗ് ഫൂട്ടുകളും മറഞ്ഞിരിക്കാൻ മിടുക്കരാണ്. വടക്കേ അമേരിക്കയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലാണ് ഇവയെ കണ്ടെത്തിയെന്ന് പറഞ്ഞ് കൂടുതൽ അവകാശവാദങ്ങൾ വരുന്നത്. ബിഗ് ഫൂട്ടിന്റെ മറ്റൊരു പേരായ സാസ്ക്വാച്ചിന് തദ്ദേശീയ ഭാഷയിൽ വന്യമൃഗങ്ങൾ, ശരീരമെമ്പാടും രോമമുള്ള മനുഷ്യർ തുടങ്ങിയവയാണ് അർത്ഥം. ഈ ബിഗ് ഫൂട്ടും യതിയും ഒക്കെ യഥാർത്ഥത്തിൽ വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്നും ഭൂമിയിൽ തുടരുന്ന ജൈജാന്തോപിത്തക്കസ് ആണെന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല.